നാണമില്ലാതെ അവരോടൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നേക്കാൾ ഇറങ്ങിപ്പൊയ്ക്കൂടെ, ഇറക്കി വിടുന്നതിന് മുമ്പേ എന്ന് ആജ്ഞാപിക്കുമ്പോൾ അത് ഞാനല്ല. ഞാൻ കരയോഗത്തിൽ അംഗമാണ്, ഞാൻ NSS പ്രതിനിധിസഭാ അംഗമാണ്, തിരഞ്ഞെടുക്കപ്പെട്ട അംഗമാണ്, അല്ലാതെ ഓടലക്കി വന്ന ആളല്ല. എൻ്റെ താലൂക്കിൽ എനിക്കെതിരെ മത്സരിച്ച ആൾക്ക് ലഭിച്ചത് 6 വോട്ടാണ്. അതിൽ 4 വോട്ട് എൻ്റെ അച്ഛൻ്റെ ചിങ്കിടിയായി നടക്കുകയും ഇപ്പോൾ അഡ്കോ കമ്മിറ്റി ആയിരിക്കും ചെന്ന അലവലാതിയതാണ്. ഈ 2 വോട്ട് അതിനകത്ത്. ദേവദാരുവിലെ ഇത്തിൽ കണ്ണികൾ, വേദങ്ങളുടെ സങ്കല്പം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പവിത്രമായ ഒരു വൃക്ഷമാണ് ദേവദാരു. ദേവദാരു വൃക്ഷത്തിൽ ഇത്തിക്കണ്ണി വന്നു കഴിഞ്ഞാൽ വൃക്ഷമാരും വെട്ടാറില്ല, ഇത്തിക്കണ്ണി വെട്ടിക്കളയാറാണ് നടപടി. ദേവദാരു വൃക്ഷം വളർന്നു വരാൻ തന്നെ വലിയ പ്രയാസമാണ്. ആ വൃക്ഷം വളർന്നു വന്നു കഴിഞ്ഞാൽ ദൈവിക സാന്നിധ്യമുള്ള പവിത്രമായ വൃക്ഷത്തിൽ കടന്നു കയറുന്ന ഇത്തിൽ കണ്ണിയെ വെട്ടി ദൂരെ എറിയുക എന്നുള്ളതാണ് ഇന്ന് സമൂഹം ചെയ്യേണ്ട കാര്യം. ആ പ്രസ്ഥാനം ഇന്ന് ചില ആളുകൾ കൈയടക്കിയിരിക്കുക. അത് നേരായ വഴിയിൽ, നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്, ഒരു വലിയ ഭരണഘടനയുള്ളൊരു ജനാധിപത്യ രാജ്യം, മതേതരത്വം നിലനിർത്തുന്ന ഒരു ജനാധിപത്യം. ആ രാജ്യത്ത് മതേതരത്വത്തിനും ജനാധിപത്യത്തിനും മുൻതൂക്കം നൽകി മന്നത്താചാര്യൻ ഉണ്ടാക്കിയെടുത്ത ഒരു മഹാപ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൽ നിന്ന് ജനാധിപത്യമില്ല, ഏകാധിപത്യമാണുള്ളത്. ചില തൽപര കക്ഷികൾ ഇരിക്കുകയും അവരെ ഭയന്ന് ജീവിക്കുന്ന കുറച്ച് ആജ്ഞാനുവർത്തികളും ഈ തൽപര കക്ഷിയും അജ്ഞാനുവർത്തികളുമാണ് ദേവദാരു വൃക്ഷത്തിലെ ഇത്തിൽ കണ്ണികൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതാണ്. അവിടെയും കൈകടത്തലാണ്. വെറും വളഞ്ഞ വഴിയിലൂടി ശക്തിയായി സംഘടിച്ചു വരുന്ന വലിയ പ്രസ്ഥാനത്തെ നായർ സർവീസ് സൊസൈറ്റിക്ക് എതിരായിട്ടല്ല ഈ പുസ്തകവും ഈ യോഗവും. നമ്മൾ മനസ്സിലായി. ഇതിനൊരു പേജ് നമ്പർ ഞാൻ ഓർക്കുന്നില്ല, അതിൽ പ്രധാനമായി പറയുന്ന ഒരു കാര്യമുണ്ട്. മന്നത്ത് ആചാര്യൻ തൻ്റെ പൗത്രിക്ക്, കൊച്ചുമകൾക്ക് NSSൽ ഒരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ടായി. അദ്ദേഹം വളരെ സന്തോഷത്തോടെ അത് നിഷേധിച്ചു. വേണ്ട, പാടില്ല, കൊടുക്കാൻ പാടില്ല. മന്നത്ത് ആചാര്യൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ തോർത്തെടുത്ത് ഒരു മകനെ പോലെ നിന്ന് അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ച, മഹാഭാഗ്യം ലഭിച്ച ആളാണ് R. ബാലകൃഷ്ണപിള്ള. R. ബാലകൃഷ്ണനിലൂടെ മകനെന്ന നിലയിൽ ഭയപ്പെടുന്നവനാണ് എന്ന് കരുതരുത്. സ്വന്തം കൊച്ചുമകൾക്ക് ജോലി നിഷേധിച്ച സ്ഥലത്ത് ഒരാൾ തൻ്റെ കുടുംബത്തിൽ നിന്ന് മാത്രം 43 പേരെ നായർ സർവീസ് സൊസൈറ്റിയിൽ ജോലിക്ക് വെച്ചു എന്ന് പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കി. അഴിമതിയിൽ 2 പണമിടപാട്. അഴിമതി എന്ന് പറഞ്ഞാൽ അതിനെ വ്യാഖ്യാനിക്കുന്ന 2 വിധത്തിലാണ്. ഒന്ന് സ്വജനപക്ഷപാതമാണ് പ്രധാനമായിട്ട്. ഏറ്റവും വലിയ അഴിമതി NSSൽ നടക്കുന്നു എന്ന് പറയാൻ കാര്യം സ്വജനപക്ഷപാതമാണ്. ഒരു കുടുംബത്തിൽ നിന്നും 43 പേരെ NSSൽ നിയമിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒരാൾ ചോദിച്ചു, എന്താണ് NSS, എന്താണ് ഈ കാണിക്കുന്നത്? NSS എന്തുകൊണ്ട് മെഡിക്കൽ കോളേജ് തുടങ്ങിയില്ല? ഈ വ്യക്തിയുടെ കുടുംബത്തിൽ ഒരു മെഡിക്കൽ കോളേജിൽ തൂപ്പ് ജോലിക്ക് കയറാൻ പോലും യോഗ്യതയുള്ളവർ ഇല്ലാത്തത് കൊണ്ടാണ് NSS മെഡിക്കൽ കോളേജ് തുടങ്ങാത്തത്. അല്ലാതെ NSSന് മെഡിക്കൽ കോളേജ് തുടങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ടോ NSSന് ആംബിയർ ഇല്ലാത്തതുകൊണ്ടോ അല്ല. ലോകം ഓടുകയാണ്. എന്താണ്? പുതിയൊരു യുഗത്തിലേക്ക് വന്നു. നമ്മളെല്ലാവരും എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? IT രംഗത്തേക്ക് വന്നു, IT പാർക്കുകൾ സ്ഥാപിക്കുന്നു, IT രംഗത്ത് വലിയ വളർച്ച ഉണ്ടാക്കുന്നു, പഠിത്തം, അങ്ങനെയുള്ള പഠനങ്ങൾ നടത്തുന്നു, അങ്ങനെയുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. അനേകായിരം പ്രമുഖ വ്യക്തികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സമുദായത്തിൽ ജനിച്ചവർ IT രംഗത്തൊക്കെ പ്രമുഖരുണ്ട്. അവരുടെ ഉപദേശം തേടിക്കൊണ്ട് ഒരു IT പാർക്ക് തുടങ്ങി അവിടെ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ, യുവതി-യുവാക്കൾക്ക് ജോലി കൊടുക്കാൻ ഒരിക്കലും NSS ശ്രമിച്ചില്ല. പകരം ചായക്കട തുടങ്ങിക്കൊള്ളാനാണ് പറയുന്നത്. ഏറ്റവും നല്ല പദ്ധതി, മുന്നോക്ക വികസന കോർപ്പറേഷൻ്റെ ഏറ്റവും വലിയ പദ്ധതി തൂശനില. 3-4 സ്ത്രീകൾ ചേർന്ന് ഒരു ചായക്കട തുടങ്ങിക്കൊള്ളാൻ പറയുക. അത് അവരെ ചെലവിൽ തുടങ്ങിക്കൊണ്ട് ലോൺ എടുക്കാൻ ധനലക്ഷ്മി ബാങ്ക് വരുമെന്നാണ്. ധനലക്ഷ്മി ബാങ്കിലേക്ക് ഞാൻ വരാം, ധനലക്ഷ്മി ബാങ്കിലേക്ക് വരാം. അതൊരു കഥയുണ്ട്, അത് നല്ലൊരു സ്റ്റോറിയാണ്. അത് മാധ്യമങ്ങൾ അറിയേണ്ട, ജനങ്ങൾ അറിയേണ്ട, മാധ്യമങ്ങളോട് ജനങ്ങൾ അറിയേണ്ട, ജനങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ട, ഓരോ നായർ സമുദായവും അല്ലാത്തവരും അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു സംഭവമാണ്. അങ്ങനെ നമ്മൾ ഒരു പദവിയിലിരിക്കുമ്പോൾ അതനുസരിച്ച് ചിന്തിക്കണം. ഒരാളൊരു ഉന്നത പദവിയിൽ, അതായത് മന്നത്ത് ആചാര്യൻ എന്ന കസേരയിൽ ഇരിക്കുമ്പോൾ അതനുസരിച്ച് ചിന്തിക്കണം. ആരിരുന്ന കസേര എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആർക്കും ഇരിക്കാവുന്ന കസേരയല്ല. ആർക്കും ഇരിക്കാവുന്ന തോന്നിയിട്ടുണ്ട്, ഇപ്പം തോന്നുന്നുണ്ട് നമുക്ക്. ഏത് കനകസിംഹാസനത്തിൽ ഏത് ശുനകനും കയറിയിരിക്കാം എന്ന് നമുക്ക് തോന്നുന്ന തരത്തിൽ പെരുമാറരുത്. കാരണം കനകസിംഹാസനമാണ് എന്നുള്ള ഓർമ്മയെങ്കിലും വേണം. ശുനകനാണെന്നുള്ള ഓർമ്മ ഇല്ലെങ്കിലും കനകസിംഹാസനമാണ് എന്നുള്ള ഓർമ്മ എല്ലാവർക്കും നല്ലതാണ്. എല്ലാ മനുഷ്യരും നല്ലതാണ്. ഞാനായാലും നിങ്ങളായാലും എല്ലാവർക്കും നല്ല. ഇരിക്കുന്നത് കനകസിംഹാസനത്തിലാണ്. അപ്പോൾ നിങ്ങൾ 42 പേർക്ക് ഒരു വീട്ടിൽ ജോലി കൊടുത്തു. അത് ഒരു IT പാർക്ക് തുടങ്ങുന്നതിന് വരെ ചായക്കട തുടങ്ങിക്കൊള്ളാൻ പറയുക. തിരുവനന്തപുരത്തെ പ്രമുഖ നായർ നേതാക്കന്മാരൊക്കെ ഇപ്പം ചായക്കട നടത്തുക.
ഹോട്ടലിൽ നടത്തെ മസാല ദോശയ്ക്ക് ഈയിടത്ത് ഒരു നേതാവ് പറഞ്ഞത് 5000 രൂപയാണ് ഗ്യാസിന് ഒരു ദിവസം കൂടിയെങ്കിൽ എങ്ങനെ പിടിച്ചു നിൽക്കും? തുടങ്ങിയ ആൾ മിണ്ടുന്നില്ല, കേട്ടോണ്ട് ഉണ്ടായിരിക്കുക. പിടിച്ചു നിൽക്കാൻ പറ്റാതെ മറ്റേ ആൾ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തോണ്ടിരിക്കുക. ഏതാ ഈ 5000 നടത്തിക്കൊണ്ട് പോയില്ലെങ്കിൽ നാളെ ഡയറക്ടർ ബോർഡ് സ്ഥാനത്തുനിന്നും പ്രസിഡന്റ് സ്ഥാനത്തുനിന്നും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തും എടുത്ത് വിളികളയും. ആരെയും എടുത്ത് ഈ ചായ പാല് വെച്ചിട്ട് കലം ഇങ്ങനെ കൈക്കലേക്ക് ഇങ്ങനെ വാങ്ങി വെക്കുന്നതൊക്കെ അങ്ങ് വാങ്ങി വെക്കല്ലോ. വല്ല നീതിബോധമുണ്ട്, വല്ല ജനാധിപത്യമുണ്ടോ ഇതിനകത്ത്? ജനാധിപത്യം എന്ന് പറയുന്ന സാധനത്തിനകത്ത് അടുത്തൂടെ പോയിട്ടുണ്ടോ? മന്നത്താചാര്യൻ ഇത് രൂപീകരിച്ചത്. ഞാനിവിടെ ഒരു കാര്യം പറയാം. ഈ കമ്പനി ആക്ടിനെ പറ്റി ഇവിടെ TK നായർ സാർ ഇരിപ്പുണ്ട്. അദ്ദേഹം ഇതിനകത്തൊരു കേസ് കൊടുത്തതാണ്. അത് നിയമപരമായിട്ടില്ല. ഞാൻ അറിയാൻ കഴിഞ്ഞത് 89 തവണ കണ്ട് കേസ് മാറ്റി വെച്ചെന്നാണ്. നമുക്ക് 89 പ്രാവശ്യം ഒരു കേസ് കോടതിയിൽ മാറ്റി വെപ്പിക്കുക. എന്നിട്ട് പറഞ്ഞ NSS വലിയ നേട്ടം കൈവരിച്ചു. NSSനെതിരെ ദുഷ്ടന്മാർ കേസ് കൊടുക്കുന്നു. ഇത് NSSനെതിരെ അല്ല, ഈ യോഗം NSSനെതിരാണ്. അല്ല, ഇവിടെ ഇരിക്കുന്ന നമ്മളാരെങ്കിലും, ഞാൻ കരയോഗത്തിൽ അംഗമാണ്, ഞാൻ NSS പ്രതിനിധിസഭാ അംഗമാണ്, തിരഞ്ഞെടുക്കപ്പെട്ട അംഗമാണ്, അല്ല ഓടളക്കി വന്ന ആളല്ല. ഞാൻ NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആയത് ഇലക്ഷനിലൂടെയാണ്. എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം എന്നെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആകുമ്പോൾ എനിക്കെതിരെ ഇലക്ഷൻ ഉണ്ട്. എൻ്റെ താലൂക്കിൽ എനിക്കെതിരെ മത്സരിച്ച ആൾക്ക് ലഭിച്ചത് 6 വോട്ടാണ്. അതിൽ 4 വോട്ട് എൻ്റെ അച്ഛൻ്റെ ചിങ്കിടിയായി നടക്കുകയും ഇപ്പോൾ അഡ്കോ കമ്മിറ്റി ആയിരിക്കും ചെന്ന അലവലാതിയതാണ്. ഈ 2 വോട്ട് അതിനകത്ത് 6 വോട്ടിൽ സ്ഥാനാർത്ഥി വോട്ട് ചെയ്തില്ല. എനിക്കെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥി വോട്ട് ചെയ്തില്ല. 6 വോട്ടിനെതിരെ ഞാൻ ഏതാണ്ട് 200-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച് NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആളാണ്. എന്നെ ഞാൻ പോലും അറിയാതെ, എനിക്കാണെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിനിടയ്ക്ക് ഡയറക്ടർ ബോർഡിൽ നിന്ന് മാറ്റിയതിന് കാര്യങ്ങളുണ്ട്. ഒരു ചോദ്യം ഞാൻ ചോദിച്ചു, 2 ചോദ്യങ്ങൾ. ഒന്ന്, എതിർക്കുന്നു എന്ന് പറയുന്ന കലാഞ്ഞൂർ മധുവിൻ്റെ സഹോദരൻ ബാലഗോപാലിനെ തോൽപ്പിക്കാൻ രഹസ്യമായി കൂടെ നിന്ന ബാലകൃഷ്ണ പിള്ളയെയും ഗണേഷ് കുമാറിനെയും തോൽപ്പിക്കാൻ പരസ്യമായി നിലപാടെടുക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞത് സമദൂര സിദ്ധാന്തമാണെന്ന് പറഞ്ഞു. ഡയറക്ടർ ബോർഡിൽ വെച്ച് തന്നെ ഞാൻ ആ സൈസ് ദൂരം ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അതൊരു സമദൂര സിദ്ധാന്തമായിട്ട് തോന്നിയിട്ടില്ലെന്ന് മുഖത്ത് നോക്കി പറഞ്ഞു. രണ്ടാമത്തെ ഞാൻ ചെയ്ത കുറ്റം എന്ന് പറയുന്നത് 30 വർഷക്കാലം ഈ വൃത്തികേടുകൾക്കെല്ലാം കൂടെ നിന്ന ചങ്ങനാശ്ശേരി താലൂക്ക് യൂണിയൻ പ്രസിഡന്റായിരുന്ന ഹരികുമാർ കോയിക്കലിൻ്റെ മരണമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഉണ്ടാകത്തില്ല, ഭാര്യയ്ക്ക് അവിടെ ജോലിയുണ്ട്, അവർ പാവങ്ങളൊന്നും പറയാനൊക്കത്തില്ല. പക്ഷേ ഹരികുമാർ കോയിക്കൽ, നമ്മൾ ലോകത്ത് എവിടെയും പോയിട്ട്, ഞാൻ ഒരുപാട് മരണങ്ങളിൽ നമ്മളെല്ലാം പങ്കെടുക്കാറുണ്ട്. മരണം കഴിഞ്ഞ് അതിൻ്റെ അടക്കം പള്ളിയിലാണെങ്കിലും വീട്ടിൻ്റെ ശ്മശാനത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും അടക്കം കഴിഞ്ഞ് ചിത കത്തിച്ചതിന് ശേഷം മാത്രമേ ഏത് മഹത് വ്യക്തിയുടേതും ഏത് പാവപ്പെട്ടവൻ്റെയും അനുശോചനയോഗം കൂടാറുള്ളൂ. പക്ഷേ ഹരികുമാർ കോയിക്കൽ മരിച്ച് മൃതദേഹം വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ സംസ്കാരത്തിന് മുമ്പേ അനുശോചനം കൂടി മകനെ യൂണിയൻ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതൊരു ലജ്ജയില്ലായ്മ എന്നതിനെക്കുറിച്ച് വല്ല, ലോകത്ത് ഒരാളെ കൊണ്ടല്ലാതെ അതിന് പറ്റത്തില്ല. ലോകത്ത് ഒരാളെ കൊണ്ട്, കാരണം ഈ ഓട്ടോമാറ്റിക്കായിട്ട് വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ആൾ പ്രസിഡന്റ് മരിച്ചാൽ പ്രസിഡന്റ് ആവും. അത് 2 ദിവസം കഴിഞ്ഞാലാവും, 3 ദിവസം കഴിഞ്ഞാലാവും. പക്ഷെ ആ ദിവസം തന്നെ അവിടുന്ന് ഇറങ്ങിപ്പോയി ഈ ചിത കത്തിക്കുന്നതിന് മുമ്പേ അവിടെ ചെന്ന് യോഗം വിളിച്ചു കൂട്ടി അനുശോചനം രേഖപ്പെടുത്തി. അപ്പോൾ ഇത് ഡയറക്ടർ ബോർഡിൽ വന്നപ്പോൾ അനുശോചനം രേഖപ്പെടുത്തി കഴിഞ്ഞ് വീണ്ടും കലഞ്ഞൂർ മധുവിനോട് ചിലർ മിണ്ടി. നാണമില്ല. ഇന്നിപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് സമരം സംഘടിപ്പിക്കുന്ന ഒരു നേതാവിനെ കുറിച്ചാണ് പറഞ്ഞേ. നാണമില്ലാതെ അവരോടൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നേക്കാൾ ഇറങ്ങിപ്പൊയ്ക്കൂടെ, ഇറക്കി വിടുന്നതിന് മുമ്പേ എന്ന് ആജ്ഞാപിക്കുമ്പോൾ അത് ഞാനല്ല എന്ന് പറഞ്ഞിരിക്കുക. ഇന്ന് ആരാണ്ടൊരു നേതാവിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ആണ്ട് ജാഥയും കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇന്ന് അല്ലയോ എന്നോട് ബ്രിഗേഡ് പറഞ്ഞാൽ ഇങ്ങനെ വരുമെന്നില്ലയോ? ആ ആള് ഇരിക്കുമ്പോൾ അടുത്ത കസേര കലഞ്ഞൂർ മധുവിൻ്റെ അടുത്ത കസേരയിൽ ഇരുന്നത് അയാളാ. ഞാൻ അന്വേഷിച്ചു, എന്തോ ചോദിച്ചു, മിണ്ടിയതിന് പേരിൽ പറഞ്ഞതാണ് കലഞ്ഞൂർ മധുവിനോട് മിണ്ടി. അങ്ങനെയുള്ളവർ ഇവിടെ ഇരിക്കരുത്, നാണമുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയിക്കോണം, ഇറക്കി വിടുന്നതിന് മുമ്പേ. പക്ഷെ നാണമില്ലാത്തതുകൊണ്ട് അവിടെ തന്നെ പന്നി. എന്നിട്ട് ഇന്ന് ഇവിടെ ജാഥ നടത്താൻ വന്നിരുന്നെങ്കിൽ പേര് പറഞ്ഞ് ഞാൻ പറഞ്ഞേനെ, വന്നിരുന്നെങ്കിൽ പേര് ഞാൻ വെളിപ്പെടുത്തിയേനെ. അപ്പൊ ഇതൊക്കെ ലജ്ജയില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്.